കേരളവും ആനകളും തമ്മിലുള്ള ബന്ധത്തിന് നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. ഉത്സവ പറമ്പുകളിൽ തലയെടുപ്പോടെ നിൽക്കുന്ന ഗജവീരന്മാർ, നെറ്റിപ്പട്ടവും മുത്തുക്കുടയും വെഞ്ചാമരവും ആലവട്ടവുമായി നിൽക്കുന്ന ആനകളെ കാണാൻ മാത്രം കിലോമീറ്ററുകൾ സഞ്ചരിച്ചെത്തുന്ന ആനപ്രേമികൾ. കേരളത്തിന്റെ ഉത്സവങ്ങളെയും പൂരങ്ങളെയും കുറിച്ച് പറയുമ്പോൾ അതിൽ നിന്ന് ആനകളെ മാറ്റി നിർത്തുക എന്നത് മലയാളികൾക്ക് അത്ര എളുപ്പമുള്ള കാര്യമല്ല. പക്ഷേ 2026 കേരളത്തിലെ നാട്ടാനകളെ സംബന്ധിച്ചിടത്തോളം സന്തോഷകരമായ ഒരു വർഷം മാത്രമായിരുന്നില്ല. വർഷം ആരംഭിച്ച് ഏതാനും മാസങ്ങൾക്കുള്ളിൽ തന്നെ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നമ്മൾ കേട്ടത് നാട്ടാനകൾ ഇടഞ്ഞതിന്റെയും മനുഷ്യരെ ആക്രമിച്ചതിന്റെയും ഞെട്ടിക്കുന്ന വാർത്തകളായിരുന്നു. ഉത്സവപ്പറമ്പുകൾ ആഘോഷത്തിന്റെയും സന്തോഷത്തിന്റെയും വേദികളാകേണ്ടിടത്ത് ചില നിമിഷങ്ങളിൽ ഭീതിയുടെ വേദികളായി മാറി. ആന ഇടഞ്ഞോടുന്നു, ജനങ്ങൾ ജീവൻ രക്ഷിക്കാൻ ചിതറിയോടുന്നു, വാഹനങ്ങൾ തകർക്കപ്പെടുന്നു, ആനയെ നിയന്ത്രിക്കാൻ പിന്നാലെയോടുന്ന പാപ്പാന്മാർ. അതിൽ ചിലർക്ക് ഗുരുതരമായ പരിക്കുകൾ സംഭവിക്കുന്നു, ചിലർക്ക് സ്വന്തം ജീവൻ തന്നെ നഷ്ടപ്പെടുന്നു. ഇവയെല്ലാം 2026 കേരളം കണ്ട യാഥാർത്ഥ്യങ്ങളാണ്. പക്ഷേ ഇവിടെ നമ്മൾ ചോദിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ടൊരു ചോദ്യമുണ്ട്. എന്തുകൊണ്ടാണ് ഒരു നാട്ടാന പെട്ടെന്ന് നിയന്ത്രണം വിട്ട് ആക്രമണകാരിയാകുന്നത്? അതിന്റെ ഉത്തരമായി എല്ലായ്പ്പോഴും ആന ഇടഞ്ഞുവെന്ന 2 വാക്കുകൾ മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കാൻ കഴിയുമോ? മണിക്കൂറുകളോളം നീളുന്ന യാത്രകൾ, അപരിചിതമായ സ്ഥലങ്ങൾ, ആയിരക്കണക്കിന് ആളുകളുടെ തിരക്ക്, ചെണ്ടമേളങ്ങളും വലിയ ശബ്ദങ്ങളും, കടുത്ത ചൂട്, ആവശ്യത്തിന് വിശ്രമമോ വെള്ളമോ ലഭിക്കുന്നുണ്ടോ എന്ന ചോദ്യം. അതോടൊപ്പം ഓരോ ആനയുടെയും ആരോഗ്യവും സ്വഭാവവും മാനസികാവസ്ഥയും. ഇവയിൽ ഏതെങ്കിലും ഘടകം ഇത്തരം സംഭവങ്ങളുടെ പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ടോ എന്നതും പരിശോധിക്കപ്പെടേണ്ടതാണ്. അതേസമയം മറ്റൊരു യാഥാർത്ഥ്യവും നമ്മൾ മറക്കരുത്. ഒരാന നിയന്ത്രണം വിട്ടാൽ അതിനെ ഏറ്റവും അടുത്തുനിന്ന് നേരിടേണ്ടി വരുന്നത് പലപ്പോഴും പാപ്പാന്മാരാണ്. വർഷങ്ങളോളം ഒരാനയെ പരിചരിച്ച മനുഷ്യൻ തന്നെ ഒരു നിമിഷം കൊണ്ട് അതിന്റെ ആക്രമണത്തിന് ഇരയാകുന്ന കാഴ്ചകൾ കേരളം പലവട്ടം കണ്ടിട്ടുണ്ട്. അതിനാൽ ഇത് ആനകളെ കുറ്റപ്പെടുത്താനുള്ള വീഡിയോ അല്ല. അതുപോലെ നാട്ടാനകളെ ഉത്സവങ്ങളിൽ എഴുന്നള്ളിക്കുന്നവരെ മാത്രം കുറ്റപ്പെടുത്താനുള്ള വീഡിയോയുമല്ല. മറിച്ച് എവിടെയാണ് പിഴവ് സംഭവിക്കുന്നത്? ആനയുടെ സുരക്ഷയിലാണോ? പാപ്പാന്മാരുടെ സുരക്ഷയിലാണോ? ഉത്സവ സംഘടനത്തിലാണോ? നിയമങ്ങൾ നടപ്പാക്കുന്നതിലാണോ? അതോ ഇതെല്ലാം കൂടിച്ചേരുമ്പോഴാണോ ഒരു ചെറിയ പ്രശ്നം വലിയ ദുരന്തമായി മാറുന്നത്? (2026) കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നാട്ടാനകൾ നിയന്ത്രണം വിട്ട പ്രധാന സംഭവങ്ങൾ ഓരോന്നായി പരിശോധിക്കുകയാണ് ഈ വീഡിയോയിൽ. ആനയുടെ പേര്, സംഭവം നടന്ന സ്ഥലം, ആ നിമിഷങ്ങളിൽ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത്, എങ്ങനെ ആനയെ നിയന്ത്രണത്തിലാക്കി, മനുഷ്യർക്കും വാഹനങ്ങൾക്കും ഉണ്ടായ നഷ്ടങ്ങൾ എല്ലാം നമുക്ക് ഒന്നൊന്നായി പരിശോധിക്കാം. 2026 ഏപ്രിൽ 7 പാലക്കാട് ജില്ലയിലെ കോങ്ങാട് തടുക്കശ്ശേരി നാഗൻകുളങ്ങര ക്ഷേത്രത്തിലെ ഉത്സവത്തിനിടെയാണ് നാടിനെ നടുക്കിയ മറ്റൊരു ആനയിടച്ചിലുണ്ടായത്. ഉത്സവത്തിന്റെ ഭാഗമായി പകൽ ശീവേലി നടക്കുന്നതിനിടെയാണ് കൊല്ലങ്കോട് ഗോവിന്ദൻകുട്ടി എന്ന ആന പെട്ടെന്ന് വിരണ്ടോടിയത്. ഉത്സവാന്തരീക്ഷം നിമിഷങ്ങൾക്കുള്ളിൽ പരിഭ്രാന്തിയിലേക്ക് മാറി. നിയന്ത്രണം വിട്ട ആന സമീപത്ത് വീടുകളുടെ ഭാഗത്തേക്ക് പാഞ്ഞെടുത്തതോടെ നാട്ടുകാരും ഉത്സവത്തിനെത്തിയവരും ഭയന്നു മാറിയോടി. ആനയെ നിയന്ത്രണത്തിലാക്കാൻ പാപ്പാന്മാർ ശ്രമം ആരംഭിച്ചു. എന്നാൽ ആനയെ തളയ്ക്കാനുള്ള ശ്രമത്തിനിടെയാണ് പാപ്പാനായ രാമന് ഗുരുതരമായി പരിക്കേറ്റത്. അപകടത്തിൽപ്പെട്ട രാമനെ ഉടൻ തന്നെ പത്തിരിപ്പാലയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചു. എന്നാൽ പരിക്ക് അതീവ ഗുരുതരമായതിനാൽ അദ്ദേഹത്തിന്റെ ജീവൻ രക്ഷിക്കാനായില്ല. ഒരാനയെ വർഷങ്ങളോളം പരിചരിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്ന പാപ്പാന്മാർക്ക് പോലും ആന പെട്ടെന്ന് വിരളുമ്പോൾ സാഹചര്യം എത്രത്തോളം അപകടകരമായി മാറുമെന്നതിന്റെ മറ്റൊരു ഉദാഹരണമായി ഈ സംഭവം മാറി. 2026 മെയ് 1 കേരളത്തെ നടുക്കിയ മറ്റൊരു ആനയിടച്ചിൽ റിപ്പോർട്ട് ചെയ്തത് തൃശൂർ ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രത്തിൽ നിന്നായിരുന്നു. ക്ഷേത്രോത്സവവുമായി ബന്ധപ്പെട്ട് കൊണ്ടുവന്ന വാഴ്വാടി കാശിനാഥൻ എന്ന ആനയാണ് അക്രമാസക്തനായത്. ഈ സംഭവത്തിൽ വെറും 25 വയസ്സ് മാത്രം പ്രായമുള്ള 2ാം പാപ്പാൻ ശ്രീകുട്ടനാണ് ജീവൻ നഷ്ടമായത്. സംഭവത്തിന് തലേ ദിവസം രാത്രി നടന്ന വിളക്കെഴുന്നള്ളിപ്പിനിടയിലും കാശിനാഥൻ അസ്വാഭാവിക സ്വഭാവം പ്രകടിപ്പിച്ചിരുന്നു. ഇതോടെ സുരക്ഷ മുൻനിർത്തി പാപ്പാന്മാർ ആനയെ തളച്ച് കൊട്ടിലാക്കൽ പറമ്പിലേക്ക് മാറ്റി.
എന്നാൽ മെയ് 1 ഉച്ചയോടെ സ്ഥിതി വീണ്ടും മാറി. തളച്ചിരുന്ന സ്ഥലത്ത് വെച്ച് ആന വീണ്ടും അക്രമാസക്തനായി. പറമ്പിലുണ്ടായിരുന്ന താൽക്കാലിക ഷെഡ് തകർത്ത ആന അവിടെയുണ്ടായിരുന്ന പാപ്പാന്മാർക്ക് നേരെയും തിരിഞ്ഞു. ആക്രമണത്തിൽ 1-ാം പാപ്പാനായ അമലിനും 2-ാം പാപ്പാനായ ശ്രീകുട്ടനും ഗുരുതരമായി പരിക്കേറ്റു. ഇരുവരെയും ഉടൻ ഇരിങ്ങാലക്കുട ജനറൽ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും നെഞ്ചിന് ഗുരുതരമായി പരിക്കേറ്റ ശ്രീകുട്ടന്റെ ജീവൻ രക്ഷിക്കാനായില്ല. 1-ാം പാപ്പാൻ അമൽ ചികിത്സയിൽ തുടരുകയായിരുന്നു. അന്നേ ദിവസം കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട 2ാമത്തെ ആനയിടച്ചിൽ മരണമായിരുന്നു ഇത്. രാവിലെ എറണാകുളം അങ്കമാലി കിടങ്ങൂരിൽ ആനയിടഞ്ഞുണ്ടായ മറ്റൊരു സംഭവത്തിൽ ഒരു ലോറി ഡ്രൈവർക്കും ജീവൻ നഷ്ടപ്പെട്ടിരുന്നു. കേരളത്തിൽ 2026 മെയ് 1 തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെട്ട മറ്റൊരു ദാരുണമായ ആനയിടച്ചിൽ സംഭവം എറണാകുളം ജില്ലയിലെ അങ്കമാലിക്കടുത്ത് കിടങ്ങൂരിലായിരുന്നു. കൊല്ലത്ത് നിന്ന് കൊണ്ടുവന്ന മയ്യനാട് പാർത്ഥസാരഥി എന്ന ആനയാണ് കിടങ്ങൂരിൽ വച്ച് വിരണ്ടോടിയത്. സംഭവത്തിൽ ആനയെ കൊണ്ടുവന്ന ലോറിയുടെ ഡ്രൈവറായ വിഷ്ണുവിന് ജീവൻ നഷ്ടമായി. 2-ാം പാപ്പാൻ ഉൾപ്പെടെ 2 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. സംഭവത്തിന് തൊട്ടുമുമ്പ് ആനയുടെ കൊമ്പിന് സമീപം പരിക്കുണ്ടായിരുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. ഈ പരിക്കിന്റെ ചിത്രമെടുത്ത് ആനയുടെ ഉടമയ്ക്ക് അയക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് വിഷ്ണുവിന് നേരെ ആനയുടെ ആക്രമണം ഉണ്ടായതെന്നാണ് ഒപ്പമുണ്ടായിരുന്നവർ പറഞ്ഞത്. രാവിലെ ഏകദേശം 9:30 ആന വിരണ്ടത്. നിയന്ത്രണം വിട്ട ആന പ്രദേശത്തുകൂടി ഓടുകയും വഴിയിലുണ്ടായിരുന്ന വാഹനങ്ങൾ ഉൾപ്പെടെ കുത്തിമറിക്കുകയും ചെയ്തതോടെ കിടങ്ങൂർ മേഖലയിൽ വലിയ പരിഭ്രാന്തി പടർന്നു. ആനയെ നിയന്ത്രിക്കാൻ പാപ്പാന്മാർ ശ്രമിച്ചെങ്കിലും സാധിച്ചില്ല. വിവരമറിഞ്ഞ് RRT സംഘം സ്ഥലത്തെത്തി. ഏറെ സമയം കഴിഞ്ഞിട്ടും ആനയെ തളയ്ക്കാൻ കഴിയാതെ വന്നതോടെ മയക്കുവെടി ഉപയോഗിച്ച് നിയന്ത്രണത്തിലാക്കാനുള്ള നടപടികളിലേക്ക് അധികൃതർ നീങ്ങി. ഒരു വശത്ത് ആനയെ സുരക്ഷിതമായി നിയന്ത്രിക്കാനുള്ള ശ്രമം നടക്കുമ്പോൾ മറുവശത്ത് ഒരു മനുഷ്യജീവൻ കൂടി നഷ്ടപ്പെട്ടതിന്റെ ഞെട്ടലിലായിരുന്നു പ്രദേശം. 2026 കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട ആനകൾ വിരണ്ടോടിയ സംഭവങ്ങളുടെ പട്ടികയിൽ മറ്റൊരു ദാരുണ അധ്യായമായി കിടങ്ങൂർ സംഭവവും മാറി. മയ്യനാട് പാർത്ഥസാരഥി വിരണ്ടോടിയ ആ നിമിഷങ്ങളും തുടർന്ന് നടന്ന നിയന്ത്രണ ശ്രമങ്ങളുമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കോന്നി ആനത്താവളത്തിൽ 2026 ഓഗസ്റ്റ് 8 പ്രിയദർശിനി എന്ന ആനയുടെ ആക്രമണത്തിൽ ചേരിമുക്ക് സ്വദേശിയായ പാപ്പാൻ മോഹനൻ നായർ കൊല്ലപ്പെട്ടു. ആനയുടെ തുമ്പിക്കൈയിലെ മുറിവിൽ മരുന്ന് വയ്ക്കുന്നതിനിടെയാണ് ഈ ദാരുണ സംഭവമുണ്ടായത്. ഫെബ്രുവരി 5 തിരുവനന്തപുരം കോട്ടൂർ ആന പുനരധിവാസ കേന്ദ്രത്തിൽ ആനയുടെ ആക്രമണത്തിൽ ഒരു പാപ്പാനും കൂടി ജീവൻ നഷ്ടമായത്. തിരുവനന്തപുരം ബാലരാമപുരം സ്വദേശിയായ 30 വയസ്സുകാരൻ വിഷ്ണുവാണ് ആനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. ഉച്ചയോടെ നെയ്യാർ ഡാം റിസർവയറിൽ മനു എന്ന ആനയെ കുളിപ്പിക്കുന്നതിനിടെയായിരുന്നു അപ്രതീക്ഷിതമായ ആക്രമണം. ആന വിഷ്ണുവിനെ തുമ്പിക്കൈ കൊണ്ട് ചുഴറ്റിയെടുത്ത് വെള്ളത്തിലേക്ക് എറിയുകയായിരുന്നു. വിഷ്ണു വെള്ളത്തിൽ വീണതിന് പിന്നാലെയും ആന പ്രകോപിതനായി സമീപത്ത് നിലയുറപ്പിച്ചു. ഇതോടെ വിഷ്ണുവിന്റെ അടുത്തേക്കെത്തി രക്ഷാപ്രവർത്തനം നടത്താൻ മറ്റുള്ളവർക്ക് സാധിച്ചില്ല. ഓരോ നിമിഷവും നിർണായകമായിരുന്നുവെങ്കിലും ആനയുടെ സാന്നിധ്യം രക്ഷാപ്രവർത്തനത്തിന് വലിയ വെല്ലുവിളിയായി. 2026 വയനാട് ഏറെ ചർച്ച ചെയ്ത കാട്ടാനകളിലൊന്നായിരുന്നു നാട്ടുകാർ മുട്ടിക്കൊമ്പൻ എന്ന് വിളിച്ചിരുന്ന കൊമ്പൻ. വനംവകുപ്പിന്റെ രേഖകളിൽ താത്തൂർ ടസ്കർ വൺ എന്നറിയപ്പെട്ടിരുന്ന ഈ ആന വർഷങ്ങളായി വടക്കനാട് വള്ളുവാടി മേഖലകളിലെ ജനവാസ കേന്ദ്രങ്ങളിലും കൃഷിയിടങ്ങളിലും ഇറങ്ങി നാശനഷ്ടങ്ങൾ വരുത്തിയിരുന്നതായാണ് റിപ്പോർട്ടുകൾ. 2026 മാർച്ചിൽ വടക്കനാട് പച്ചാടി മേഖലയിൽ ഒരു യുവ കർഷകൻ കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതോടെ മുട്ടിക്കൊമ്പനെ പിടികൂടണമെന്ന ആവശ്യം ശക്തമായി. തുടർന്ന് വനംവകുപ്പ് ആനയെ നിരീക്ഷിച്ച് പിടികൂടാനുള്ള വലിയ ദൗത്യം ആരംഭിച്ചു. എന്നാൽ മുട്ടിക്കൊമ്പനെ കണ്ടെത്തി മയക്കുവെടി വയ്ക്കുക അത്ര എളുപ്പമായിരുന്നില്ല. വനപാലകരുടെ നീക്കങ്ങൾ തിരിച്ചറിഞ്ഞതുപോലെ ആന പലതവണ ഉൾക്കാട്ടിലേക്ക് മാറി. നിരവധി ഉദ്യോഗസ്ഥർ വിവിധ സംഘങ്ങളായി ദിവസങ്ങളോളം തിരച്ചിൽ നടത്തി. ഒടുവിൽ 13 ദിവസം നീണ്ട ദൗത്യത്തിനു ശേഷം 2026 ഏപ്രിൽ 3 താത്തൂർ സെക്ഷനിലെ ഓനച്ചൻ കവല ഭാഗത്ത് വെച്ച് മുട്ടിക്കൊമ്പനെ മയക്കുവെടി വെച്ച് പിടികൂടാൻ വനംവകുപ്പിന് സാധിച്ചു. മയക്കുവെടിയേറ്റ് നിയന്ത്രണത്തിലായ ആനയെ കുങ്കിയാനകളുടെ സഹായത്തോടെ വാഹനത്തിലേക്ക് കയറ്റി മുത്തങ്ങ ആനക്യാമ്പിലേക്ക് മാറ്റി.
വിക്രം, സൂര്യ, പ്രമുഖ, ഉണ്ണികൃഷ്ണൻ, കോന്നി സുരേന്ദ്രൻ തുടങ്ങിയ കുങ്കിയാനകളും ദൗത്യത്തിന്റെ ഭാഗമായിരുന്നു. പിടികൂടിയതിനു ശേഷം മുട്ടിക്കൊമ്പന്റെ തുമ്പിക്കൈയിൽ പരിക്ക് കണ്ടെത്തി. തുടർന്ന് ചികിത്സ നൽകുകയും ആനയുടെ നീക്കങ്ങൾ നിരീക്ഷിക്കുന്നതിനായി റേഡിയോ കൂളർ ഘടിപ്പിക്കുകയും ചെയ്തു. മുട്ടിക്കൊമ്പന്റെ പിടികൂടൽ ഒരു ആനയെ നിയന്ത്രിച്ച സംഭവം മാത്രമായിരുന്നില്ല. വയനാട്ടിൽ വർഷങ്ങളായി രൂക്ഷമാകുന്ന മനുഷ്യ വന്യജീവി സംഘർഷത്തിന്റെ ഗൗരവം വീണ്ടും ഓർമ്മിപ്പിച്ച സംഭവം കൂടിയായിരുന്നു. 2026 ആനപ്രേമികളെ ഏറെ ആശങ്കയിലാക്കിയ മറ്റൊരു സംഭവമായിരുന്നു പാമ്പാടി രാജന് ഇരണ്ടക്കെട്ട് ബാധിച്ചത്. കേരളത്തിലെ ഏറ്റവും പ്രശസ്തരായ നാട്ടാനകളിൽ ഒരാളായ രാജന്റെ ആരോഗ്യനില മോശമായതോടെ ആരാധകരും ആനപ്രേമികളും വലിയ ആശങ്കയിലായി. ഇരണ്ടക്കെട്ട് ആനകളിൽ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് നയിക്കാവുന്ന അവസ്ഥയായതിനാൽ രാജന്റെ ചികിത്സയും ആരോഗ്യനിലയും ഏറെ ശ്രദ്ധിക്കപ്പെട്ടു. എന്നാൽ വിദഗ്ധ ചികിത്സയും കൃത്യമായ പരിചരണവും ലഭിച്ചതോടെ രാജൻ പതിയെ അപകടനില തരണം ചെയ്തു. എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അവൻ വീണ്ടും ആരോഗ്യത്തിലേക്ക് തിരിച്ചെത്തി. 2026 പാമ്പാടി രാജന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പോരാട്ടങ്ങളിലൊന്നായിരുന്നു അത്. മരണഭീതിയിൽ നിന്ന് തിരിച്ചെത്തിയ ഒരു അതിജീവനത്തിന്റെ കഥ. 2026 കേരളത്തിൽ വലിയ വാർത്തയായ മറ്റൊരാനയിടച്ചിൽ നടന്നത് തൃശൂർ ഇരിങ്ങാലക്കുടയ്ക്കടുത്തുള്ള പോർത്തിശ്ശേരിയിലായിരുന്നു. ജനുവരി 27 കല്ലട വേലാഘോഷത്തിന്റെ ഭാഗമായി നടന്ന എഴുന്നള്ളിപ്പിന് ശേഷം നിൽക്കുകയായിരുന്ന ആയയിൽ ഗൗരീനന്ദൻ എന്ന കൊമ്പൻ അപ്രതീക്ഷിതമായി ഇടഞ്ഞോടി. മൈതാനത്തുകൂടി പാഞ്ഞെത്തിയ ഗൗരീനന്ദൻ നേരെ ചെന്നത് അവിടെ നിർത്തിയിട്ടിരുന്ന പിങ്ക് പോലീസിന്റെ കാറിന് സമീപത്തേക്കായിരുന്നു. കൊമ്പുകൊണ്ട് കാറിന്റെ പിൻഭാഗത്ത് കുത്തിയ ആന ശക്തമായി തള്ളിയതോടെ വാഹനം മറിഞ്ഞു വീണു. ആന വരുന്നത് കണ്ടതോടെ പോലീസ് ഉദ്യോഗസ്ഥരും സമീപത്തുണ്ടായിരുന്നവരും ഓടി മാറിയതിനാൽ വലിയൊരു അപകടമാണ് ഒഴിവായത്. കാറിന് സമീപം ഒരു ഓട്ടോറിക്ഷയും ഉണ്ടായിരുന്നെങ്കിലും ആന അതിനെ ആക്രമിച്ചില്ല. വിവരമറിഞ്ഞെത്തിയ എലിഫന്റ് സ്ക്വാഡും പാപ്പാന്മാരും ചേർന്ന് അധികം വൈകാതെ ഗൗരീനന്ദനെ നിയന്ത്രണത്തിലാക്കി. തുടർന്ന് ആനയെ എഴുന്നള്ളിക്കാതെ മടക്കി കൊണ്ടുപോയി. 2026 കേരളത്തിലെ ഉത്സവപ്പറമ്പുകളെ ഞെട്ടിച്ച മറ്റൊരു ദുരന്തമായിരുന്നു അങ്കമാലി തിരുനായത്തോട് ശിവനാരായണ ക്ഷേത്രത്തിലുണ്ടായ ആനയിടച്ചിൽ. ക്ഷേത്രത്തിലെ ഉത്സവത്തോടനുബന്ധിച്ചുള്ള ശീവേലി എഴുന്നള്ളിപ്പിനിടെ 5 ആനകൾ അണിനിരന്നിരിക്കുമ്പോഴാണ് ചിറക്കൽ ശബരിനാഥൻ എന്ന ആന അപ്രതീക്ഷിതമായി ഇടഞ്ഞോടിയത്. ഈ സമയം ആനകളുടെ ദൃശ്യങ്ങൾ മൊബൈൽ ക്യാമറയിൽ പകർത്തുകയായിരുന്നു സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധേയനായ സൂരജ് പിഷാരടി. മുന്നോട്ട് കുതിച്ച ആന സൂരജിനെ തട്ടി വീഴ്ത്തുകയായിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ അദ്ദേഹത്തെ ഉടൻ ആശുപത്രിയിലെത്തിച്ചു. തലയ്ക്കുൾപ്പെടെ ഗുരുതരമായി പരിക്കേറ്റ സൂരജ് ചികിത്സയിലിരിക്കെ മരണത്തിന് കീഴടങ്ങി. ആനകളെയും ഉത്സവങ്ങളെയും ഏറെ ഇഷ്ടപ്പെട്ടിരുന്ന സൂരജ് വിവിധ ഉത്സവപ്പറമ്പുകളിൽ നിന്നുള്ള ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കുവയ്ക്കാറുണ്ടായിരുന്നു. ആനകളുടെ ദൃശ്യങ്ങൾ പകർത്തുന്നതിനിടയിൽ തന്നെ അദ്ദേഹത്തിന്റെ ജീവിതം അവസാനിച്ചത് ആനപ്രേമികൾക്കും സുഹൃത്തുക്കൾക്കും വലിയ ഞെട്ടലായി.